നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പങ്കുവയ്ക്കുന്ന ഈദുൽ ഫിത്തർ ആഘോഷങ്ങൾക്ക് ഗാസയിൽ എന്നാൽ സ്ഥാനമില്ല. ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനും 2013 നോബൽ സമ്മാന ജേതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. പ്രപഞ്ചത്തിൽ പിണ്ഡത്തിന് കാരണമായ അദൃശ്യമായ കണികാതലമുണ്ടെന്ന ആശയം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനായ ഹിഗ്സിന് 94 വയസ്സുണ്ടായിരുന്നു. യുകെയിൽ കൃത്യതയില്ലാത്ത മെഡിക്കൽ ഡേറ്റയുടെ ബലത്തിലാണ് തിരിച്ചുവരാൻ കഴിയാത്ത വിധത്തിൽ കുട്ടികൾക്ക് NHS ട്രാൻസ്ജെൻഡർ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്നത് എന്ന് റിപ്പോർട്ട്. പലപ്പോഴും ദുർബലമായ തെളിവുകളുടെ പേരിലാണ് കുട്ടികളെയും യുവാക്കളെയും NHS ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി സർവീസുകൾ ലഭ്യമാക്കുന്നത് എന്ന് പ്രമുഖ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഹിലാരി ക്ലാസ് നടത്തിയ സ്വതന്ത്ര റിവ്യൂ മുന്നറിയിപ്പ് നൽകി. US-ൽ കഴിഞ്ഞ മാസം കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. US-ലെ ക്ലെവ്ലാൻഡിലെ ഒഹിയോയിൽ ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അബ്ദുൾ അർഫാത്തിന്റെ മൃതദേഹം കണ്ടെത്തിയതായി ന്യൂയോർക്കിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിനെതിരെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കെജ്രിവാളിന്റെ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സമിതി അംഗങ്ങൾക്കെതിരെ പ്രസിഡന്റ് PT ഉഷ മറ്റംഗങ്ങൾ തന്നെ പാർശ്വവൽക്കരിക്കുന്നുവെന്നും അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നില്ല എന്നും PT ഉഷ പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഡോൺ ബോസ്കോ മെയിൽ ഐഡിക്ക് പിന്നിൽ ആര് എന്ന് പോലീസ് കണ്ടെത്തി. പാനൂർ സ്ഫോടനത്തിൽ CPIM-നെ പ്രതിരോധത്തിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. ഒരാളുടെ മരണത്തിനിടയാക്കിയ ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. IPL-ൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന്റെ പോരാട്ടം 186 എന്ന നിലയിൽ അവസാനിച്ചു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി